റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിറ്റിംഗിൽ റൂട്ട് കനാൽ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് സിറ്റിംഗിൽ റൂട്ട് കനാൽ ചെയ്യുന്ന ആളുകളുണ്ട്. സിംഗിൾ സിറ്റിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപകാരമല്ലേ പേഷ്യൻസിനായാലും ഡോക്ടേഴ്സിനായാലും? കുറച്ചുകൂടി സമയം ലാഭവും കിട്ടും. ഡോക്ടർ സിംഗിൾ സിറ്റിംഗിലാണ് റൂട്ട് കനാൽ ചെയ്യുന്നത് എന്നാണ്. എന്താണ് ഈ സിംഗിൾ സിറ്റിംഗിലെയും ഒരുപാട് സിറ്റിംഗിലെയും ഡിഫറൻസ് എന്താണ്? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഹിസ്റ്ററിയിലോട്ട് പോകണം. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിംഗിൾ സിറ്റിംഗിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, ഒരു 100 വർഷം മുമ്പ്. റൂട്ട് കനാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ അല്ലെങ്കിൽ മട്ടൻ്റെ എല്ലൊക്കെ ഉണ്ടല്ലോ, മീനിൻ്റെ മുള്ളുണ്ടല്ലോ, മുള്ളിൻ്റെ അകത്തൊരു മജ്ജ കാണും, ഒരു മാരോ കാണും. ആക്ച്വലി ഈ മാരോ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പല്ലിനെ അവിടെ തന്നെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാരോ എടുത്ത് കളയുക എന്നുള്ളതാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹോളോ സ്പേസിൽ തിക്കായിട്ട് നല്ല കട്ടിക്ക് ഫില്ലിങ് ചെയ്ത് വെക്കണം. കാര്യം അവിടെ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ഒരു ഡെഡ് സ്പേസ് ഉണ്ടാകാൻ പാടില്ല. മാരോ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീ സ്പേസിൽ എപ്പോഴും അണുക്കൾ വന്ന് വസിച്ചുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് പണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒറ്റ സിറ്റിംഗിലാണ് ചെയ്തുകൊണ്ട്, അതായത് 100 വർഷം മുമ്പ്. അപ്പോൾ അണുക്കൾ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് വേണ്ട അടയ്ക്കേണ്ടത്. അതായത് ബാക്ടീരിയൽ കൾച്ചർ വല്ല എന്തെങ്കിലും അണുക്കളുണ്ടോ ഇല്ല എന്നുള്ളത് തപ്പി ഇല്ലാന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 2-3 വിസിറ്റ് പോയാലേ പറ്റൂ. ഇത് സിംഗിൾ വിസിറ്റ് എന്നുള്ള മൾട്ടിപ്പിൾ വിസിറ്റിലോട്ട് പോയത്. കൾച്ചർ എടുത്ത് റൂട്ട് കനാൽ ചെയ്യുന്നതും കൾച്ചർ എടുക്കാതെ ചെയ്യുന്നതിനും തമ്മിൽ റിസൾട്ടിൽ വ്യത്യാസം ഇല്ല എന്നുള്ളത് റിസർച്ച് കണ്ടുപിടിച്ചു. സിംഗിൾ സിറ്റിംഗ് ചെയ്താൽ മതി. ഡിസിൻഫെക്ഷൻ ഈസ് നോട്ട് ദ കീ ഇൻ റൂട്ട് കനാൽ, ഇൻ ദ സക്സസ് ഓഫ് റൂട്ട് കനാൽ എന്ന് അവർ പറഞ്ഞു. അതാണല്ലോ കൾച്ചറും എടുക്കാതെ ചെയ്യുന്നതിൽ റിസൾട്ടിൽ വ്യത്യാസമില്ല എന്ന് വരുന്നത്. ഒരു ദിവസം പേഷ്യന്റിനെ വിളിച്ചു വരുത്തി നമ്മൾ റൂട്ട് കനാൽ ഓപ്പൺ ചെയ്ത് അത് വേനറ്റം വരെ ക്ലീൻ ചെയ്തു. പേഷ്യൻ്റെ ആ ഭാഗത്തുള്ള മുറിവൊക്കെ ഉണങ്ങാൻ തുടങ്ങി. വീണ്ടും തുറന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. വീണ്ടും കുത്തി തുടങ്ങി. വീണ്ടും അത് ഇനി ഇപ്പോൾ നമുക്കൊരു മുറിവുണ്ട്, മുറിവിൽ അവിടെ പഴുത്ത്